ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ശ്രുതിയാണ് ഈ പണിയെല്ലാം ചെയ്തതെന്ന്. സച്ചിയുടെ ഫോൺ മോഷ്ടിച്ചതും അതുപോലെ ശരത്തിൻ്റെ ആ വീഡിയോ ലീക്ക് ചെയ്തതും ശ്രുതി തന്നെയാണ് എന്ന് മനസ്സിലാകാണ്. പിന്നെയും രേവതിക്ക് സച്ചിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്, ശ്രുതിയാണോ അതോ മീരയാണോ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ സച്ചിൻ രേവതി ഇതൊക്കെ മനസ്സിലാക്കി എന്നുള്ള വിവരം നമ്മുടെ ശ്രുതി അങ്ങ് മനസ്സിലാക്കുക. ശ്രുതിക്ക് പിന്നെ ഇരിക്കപ്പുറത്തിയില്ല. ശ്രുതി മീരയുടെ അടുത്ത് എന്ന് പറയുന്നൊക്കെ ഉണ്ട്. എന്നെ പിടിക്കപ്പെടുമോയെന്ന് അറിയില്ല. സച്ചിക്കും രേവതിക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവർ ഈ വിവരം അറിഞ്ഞ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ. അങ്ങനെ ആകെ മൊത്തം പേടിച്ചൊക്കെ ഇരിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചി ഒന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഒരു കള്ളക്കേസിൻ്റെ പേരിലാണ്. സച്ചിക്ക് ഒരു ശത്രു കൂടി ഇനി വരാനായിട്ടുണ്ട് കേട്ടോ. അതൊരു ട്രാഫിക് പോലീസുകാരനാണ് കേട്ടോ. ആ ട്രാഫിക് പോലീസുകാരൻ ദേവുവിൻ്റെ ഭർത്താവായിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിനു മുമ്പ് തന്നെ ഈ ട്രാഫിക് പോലീസും സച്ചിയും തമ്മിലൊന്ന് ഉടക്കുകയാണ്. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ കയറുകയാണ്. അപ്പോൾ അങ്ങനെ സച്ചിയുടെ നിരപരാധിത്വമൊക്കെ അവിടുത്തെ സി ഐക്ക് മനസ്സിലാവും. അപ്പോൾ സി ഐ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് സച്ചി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ട്രാഫിക് പോലീസുകാരനാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ CCTV വിഷ്വൽസൊക്കെ കണ്ടാൽ അറിയാം, ആ യാത്രക്കാരെ പിടിച്ച് തള്ളിയതൊക്കെ ഈ ട്രാഫിക് പോലീസാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ സച്ചി ബോധ്യപ്പെടുത്തുക. അപ്പോൾ സി ഐക്ക് കാര്യങ്ങൾ പിടികിട്ടിയിട്ട് സി ഐ പറയുന്നുണ്ട്, ശരിയാണ്, ആ സച്ചി ഒന്നും ചെയ്തിട്ടില്ല, തെറ്റ് ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്ത് തന്നെയാണ്, അതുകൊണ്ട് സച്ചിയെ വെറുതെ വിട്ടേക്കാം എന്ന് പറയാണ്. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുക. അതേസമയം ഈ ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് സി ഐ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങളൊരു പോലീസുകാരനല്ലേ, ഇങ്ങനെയൊക്കെയാണോ മനുഷ്യരോട് പെരുമാറേണ്ടത്? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറുന്നത്, നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ പറയുക. അപ്പോഴും അയാൾക്ക് സച്ചിയോടുള്ള ആ ശത്രുതയൊക്കെ അങ്ങ് കൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേറൊരു സംഭവം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും സ്റ്റേഷനിൽ കയറേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അത് പക്ഷേ വീട്ടിലൊന്നും അറിയുന്നില്ലെങ്കിലും സച്ചി സ്റ്റേഷനിലുള്ളത് കൊണ്ട് തന്നെ ശ്രുതിയും സ്റ്റേഷനിൽ കയറിയെന്നും പോലീസുകാരൻ നന്നായിട്ടൊന്ന് ശ്രുതിയെ പെരുമാറിയെന്നും ചീത്ത വിളിച്ചെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ സച്ചി മനസ്സിലാക്കുക. അത് വന്നിട്ട് സച്ചി വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി വരുമ്പം തന്നെ നമ്മുടെ ചന്ദ്ര വല്ലാത്തൊരു രീതിയിൽ സച്ചിയോട് സംസാരിക്കുക. സ്റ്റേഷനിൽ കയറിയിട്ട് വരുന്നു, ഇവൻ ഒപ്പിക്കാത്ത എന്തെങ്കിലും പണിയുണ്ടോ എന്നും, ഇവൻ ഇതൊക്കെ തന്നെ പണി, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാനായിട്ട് ഉണ്ടായവൻ എന്ന് പറയാണ്. അപ്പോൾ രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. രേവതി പറയാ, അത് അമ്മേ അങ്ങനെയൊന്നുമല്ല, സച്ചിയേട്ടൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല, തെറ്റാ ട്രാഫിക് പോലീസുകാരൻ്റെ കയ്യിൽ തന്നെയായിരുന്നു, സച്ചിയേട്ടനെ അബദ്ധത്തിൽ അറസ്റ്റ് ചെയ്തതാ, അത് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു വിടുകയും ചെയ്തല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ശ്രുതി പറയാ, എന്നും ഇങ്ങനെയൊക്കെ സച്ചി ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് എന്തുമാത്രം നാണക്കേടാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സച്ചി ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും പറയാം, ശരിയാ, എന്തെല്ലാവാ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നീ കേട്ടിട്ടുള്ളത്? അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുക, എടാ നീ കേട്ടത്രയൊന്നും ഞാൻ കേട്ടില്ലല്ലോ, നിന്നെ നന്നായിട്ട് പോലീസുകാർ പെരുമാറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രവി ചോദിക്കുക, എന്താടാ ഇവന് പോലീസുകാർ പെരുമാറിയെന്നോ, ഇവനും പോലീസ് സ്റ്റേഷനിൽ കയറിയോ എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ സച്ചി പറയാ, ഇവനും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. നല്ല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പോലീസുകാരോട് സംസാരിച്ചപ്പം അവരുടെ കയ്യിൽ നിന്ന് നല്ല പെട തന്നെ കിട്ടിയിട്ടുണ്ട് ശ്രുതിക്കെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുക, അയ്യോ ശ്രുതി മോനെ, നീ സ്റ്റേഷനിൽ കയറിയോ, നിനക്ക് എന്താ പറ്റിയത്, നിന്നെ അവരെന്താ ചെയ്തേ, നിന്നെ എന്താ പോലീസുകാർ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ രവി പറയാ, ചന്ദ്രേ നീ ആവശ്യമില്ലാതെ ആ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യരുത്, നീ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്താണ് ഇവനിങ്ങനെ ആയിപ്പോയത്, ഇനിയും ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ, അവൻ അവിടെ ചെന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടല്ലേ അടി കിട്ടിയത്, അത് കണക്കായി പോയിന്ന് രവിയും പറയാണ് കേട്ടോ. അങ്ങനെ ആ സംഭവത്തിനൊക്കെ ശേഷം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഒരു മുത്തശ്ശിയെയും രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അവർ വഴിയരികിലിരുന്ന് ചെരുപ്പ് തയ്ച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ ചെരുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആ അപ്പച്ചനും അമ്മച്ചിക്കും നമ്മുടെ രേവതി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം, ഞങ്ങൾക്ക് തയ്ക്കാനായിട്ട് ചെരുപ്പൊക്കെ കുറവായത് കാരണം പട്ടിണിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്.
അതിനൊക്കെ ശേഷം നമ്മുടെ സച്ചി ഇവരെ പോയി കാണുകയാണ്. സച്ചി കണ്ട് അവരെ സഹായിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഈ പൊരു വെയിലത്തിരുന്ന് ചെരുപ്പ് തുന്നൊന്നും വേണ്ട, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറ, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങളെ നോക്കാൻ ബന്ധുക്കൾ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാ, ബന്ധുക്കളൊക്കെ ഉണ്ട്, മക്കളില്ല ഞങ്ങൾക്ക്, പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നില്ല. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്രായമായി കഴിയുമ്പം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്ടാന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി പോകുന്നതാണെന്ന് ആ അപ്പൂപ്പനും അമ്മൂമ്മയും പറയുക. എന്നിട്ട് അവരാകെപ്പാടെ കഷ്ടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിക്ക് ഇവരുടെ വീടും വീട്ടുകാരും ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ ഇവരെ കൂട്ടിക്കൊണ്ട് പോകട്ടെ എന്നൊരു ചിന്ത വന്നിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ ഫോട്ടോ ഇടുന്നത് വഴി ആ അപ്പൂപ്പനെയും അമ്മൂമ്മയും തിരക്കി അവരുടെ ബന്ധുക്കൾ വരികയാണ്. അങ്ങനെ അവരുടെ ബന്ധുക്കൾ വന്ന് ആ അപ്പൂപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് പോവുക. എന്നിട്ട് സച്ചിയോടും രേവതിയോടും അവർ നന്ദി പറയുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് പറയാണ്. ഇവരിങ്ങനെ പോകുന്നതാ അവർക്ക് ഞങ്ങൾക്ക് നോക്കുന്ന ബുദ്ധിമുട്ടാണെന്നുള്ള തോന്നൽ കൊണ്ടാണ്. പക്ഷേ ഇവരെ കാണാതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് സ്ഥലത്ത് ഇവരെ തേടി അലഞ്ഞു, പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തതാ, എന്നിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പം നിങ്ങളുടെ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് കണ്ടെത്താൻ പറ്റി. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇതിന് പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചച്ചി പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾക്ക് സന്തോഷമായി. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പം എൻ്റെ മനസ്സും വേദനിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് എത്താൻ പറ്റി. അത് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുക. അപ്പോൾ അവർ ഫോൺ നമ്പറൊക്കെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ ബന്ധു കേട്ടോ. ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതാണ്, ഇടയ്ക്ക് നിങ്ങൾ വിളിക്കണം, വീട്ടിലേക്ക് വരണം ഇവരെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അതേസമയം നമ്മുടെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും സച്ചിയോട് പറയുന്നുണ്ട്, മോനെ ഇത് കണ്ടോ, ഇതൊരു മൊബൈൽ ഫോണാണ്, ഇത് മോൻ കൈ വെച്ചോളാൻ പറയുക. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെവിടുന്ന ഈ ഫോൺ കിട്ടിയതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞങ്ങൾ ദേ ഇവിടെ ഇരുന്നപ്പോഴേക്കും ഒരു പെൺകുട്ടി ഇതിലെ ധൃതി വെച്ച് വരികയുണ്ടായി. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ പോയതാണ് ഈ ഫോണ്. അപ്പോഴേ അവൾ ചെരുപ്പ് തയ്ച്ച് കഴിഞ്ഞപ്പോഴേ ഈ ഫോൺ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അവൾ ആ ഫോൺ എടുക്കാതെ ഓടിപ്പോവുക ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ തിരികെ പുറകെ വിളിച്ചിരുന്നു, മോളെ ഫോൺ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ കുട്ടി അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല, ഓടിപ്പോവാണ് ചെയ്തത്. ഞങ്ങൾ അന്ന് തന്നെ ആ ഫോൺ എടുത്ത് ഇവിടെ വയ്ക്കുകയും ചെയ്തു. അത് ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയേയില്ല. ആ കുട്ടിയെ ഇനി എവിടെ വെച്ച് കണ്ടാലും ആ കുട്ടിക്ക് ഫോൺ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്തു വെച്ചതാണെന്ന് പറയാം. ഞങ്ങൾ ഇനിയിപ്പം നാട്ടിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഇനി ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് മോൻ ഈ ഫോൺ വച്ചോ, എവിടെയെങ്കിലും വെച്ച് ആ പെൺകുട്ടി എപ്പോഴെങ്കിലും ആരെങ്കിലും അന്വേഷിച്ച് ഈ ഫോൺ വന്നാൽ അത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് സച്ചിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സച്ചി രേവതി ഈ ഫോൺ എടുത്ത് നോക്കുക. ഫോൺ നോക്കുമ്പോഴേക്കും സച്ചിക്ക് മനസ്സിലാവുകയാണേ, ഇത് എൻ്റെ ഫോൺ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുക. അങ്ങനെ രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടൻ്റെ കാണാതെ പോയ ആ ഫോൺ പോലെ തന്നെയുണ്ട് ഇത് എന്ന് പറയുകയാണ്. അതെ ഇനിയിപ്പോൾ അതെങ്ങാനും ആണോ, അതെങ്ങനെ വരാനാ എന്നും പറഞ്ഞ് ആ ഫോൺ വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാണ്. അപ്പം ചാർജൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ലേ, അങ്ങനെ ചാർജ് ചെയ്യാണ്. ചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫോൺ ഓൺ ആവുകയാണ്. ഫോൺ ഓൺ ആകുമ്പം തന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ സച്ചിയുടെയും രേവതിയുടെയും ഫോട്ടോയാണ് കേട്ടോ സ്ക്രീൻ ഗാർഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഉടനെ തന്നെ സച്ചി പറയും, ഇതെൻ്റെ ഫോൺ തന്നെയാണല്ലോ രേവതി, അതുപോലത്തെ ഫോണല്ല, അത് തന്നെയാണ്, എൻ്റെ ഫോൺ തന്നെയാണ്, അന്ന് നഷ്ടപ്പെട്ട എൻ്റെ ഫോൺ, നമ്മുടെ ഫോട്ടോ കണ്ടോ എന്ന് പറയുമ്പോൾ രേവതി പറയും, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, അന്ന് സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഈ ഫോൺ എങ്ങനെയാ ചെരുപ്പ് തയ്ക്കുന്ന അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കയ്യിലെത്തി? ഏത് പെൺകുട്ടിയായിരിക്കും അത് കൊണ്ടുപോയത്? അവർ പറഞ്ഞ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണെന്നല്ലേ. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്? അപ്പോൾ ആരായിരിക്കും സച്ചിയേട്ട അത് മോഷ്ടിച്ചത് എന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, അതാണിപ്പോഴും സംശയം. ഇനിയിപ്പോൾ ഏതായാലും ഫോൺ കിട്ടി, ആ സിമ്മും നമ്പറും എല്ലാം ഉണ്ട്, അത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ ചിലപ്പോൾ പറ്റിയേക്കും. ആരോ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് പോയതാ, ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും ചിലപ്പം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ രേവതി പറയാം, അതെ ഈ വീട്ടിലുള്ളവരാരും മോഷ്ടിക്കാനാ, ചിലപ്പം അന്ന് ഓർക്കുന്നുണ്ടോ സച്ചിയേട്ടാ, സുധിയുടെയും ശ്രുതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നിവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരൊക്കെയോ ഇവിടെ വന്നിട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോയതായിരിക്കുമോ? ആ സമയത്ത് ഇവിടെ വന്നതിൽ ചെറുപ്പക്കാരായിട്ടുണ്ടായിരുന്നത് ശ്രുതിയും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നതിൽ ഉണ്ടായിരുന്ന ശ്രുതിയുടെ ഫ്രണ്ട് മീരയുമാണ്. ഇനി ആ പെണ്ണ് മീരയെങ്ങാനും ആയിരിക്കുമെന്ന് രേവതി ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അതെ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, അവൾ അത്ര പന്തിയാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ശ്രുതിയെപ്പോലെ ഒരു പെരുങ്കള്ളിയുടെ കൂട്ടുകാരിയല്ലേ, അപ്പോൾ പിന്നെ അവൾ ശ്രുതിയെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, വിശ്വസിക്കാൻ പറ്റുകയില്ല, ശ്രുതി ഒരു പെരുങ്കള്ളി നോണ പറയുന്ന ആളും മോഷ്ടിക്കുന്ന ആളും ഒക്കെയാണ്, അവളുടെ കൂട്ടുകാരിയല്ലേ ഈ മീര, ഇനിയിപ്പം അവളെങ്ങാനുമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെങ്കിലോ എന്ന് പറയാണ്.
അപ്പം സച്ചിൻ പറയുന്നുണ്ട്, ശരിയാ, അവളെങ്ങാനും മോഷ്ടിച്ചുകൊണ്ട് പോയോന്നറിയില്ല, അതോ ഇനി ഇവിടെയുള്ള നമ്മുടെ പാർലർ ഇടത്തിയാണോ എന്നും അറിയില്ല. ആ പുള്ളിക്കാരിയും നല്ല ആളൊന്നും അല്ലല്ലോ. ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും ചിലപ്പം എൻ്റെ ഈ ഫോൺ മോഷ്ടിച്ചിട്ടുണ്ടാവുക. ആ ഫോൺ മോഷ്ടിച്ച് ആൻ്റണിക്കായിരിക്കും മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ പറയാണ്. ആൻ്റണി പറഞ്ഞിരുന്നല്ലോ അവനാണ് അത് പബ്ലിഷ് ചെയ്തതെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ആൻ്റണിക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ വാട്സപ്പിലൊക്കെ ഒന്ന് നോക്കാം. അത് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഫോണിൽ നിന്നാണോ ആ ഒരു വീഡിയോ ലീക്കായിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഈ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യണം. അങ്ങനെ വാട്സപ്പൊക്കെ എടുത്ത് എല്ലാ മെസ്സേജും ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴും ഈ വീഡിയോ ആൻ്റണിക്ക് അയച്ചതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അതന്ന് അയച്ചപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ കാണാതെ ഇരിക്കുമ്പോഴേക്കും ഇതിൽ ആ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്താൽ നമുക്കറിയാം ആരാണ് എടുത്തതെന്ന്. എനിക്കിപ്പോൾ സംശയമുള്ളത് ആ മീരയോ അല്ലെങ്കിൽ ഇവിടുത്തെ ശ്രുതിയോ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ നമുക്ക് ആ അപ്പൂപ്പനും അമ്മൂമ്മയുടെയും ബന്ധുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് അവരോട് ചോദിക്കാം ഇതാണോ പെൺകുട്ടിയെന്ന്. അപ്പോൾ അവർ ആ പെൺകുട്ടിയെ തിരിച്ചറിയുമല്ലോ. അവർ പറഞ്ഞായിരുന്നു ഇനി എപ്പോൾ കണ്ടാലും തിരിച്ചറിയും, അപ്പോൾ ഫോൺ തിരിച്ചു കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആളെ കണ്ടുപിടിക്കാനും പറ്റും രേവതി എന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട് ശ്രുതിയുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ മീരയുടെ ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറയുമ്പം സച്ചി പറയാണ് മീരയുടെ ഫോട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ രേവതി നീ തന്ത്രപൂർവ്വം മീരയുടെ വീട്ടിൽ ചെന്ന് അവളുടെ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. അത് ഞാൻ ആ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ബന്ധുവിനെ അയച്ചു കൊടുത്ത് ചെക്ക് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് ശരി, ഓക്കെ, ഞാൻ ചെല്ലാമെന്ന് പറയാം. അങ്ങനെ രേവതി മീരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മീരയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മീര ആകെപ്പാടെ സന്തോഷത്തിലാണ് കേട്ടോ. മീരയുടെ പുറകെ ഒരു പയ്യൻ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവനോട് ഒരു പ്രണയമൊക്കെ തോന്നി നിൽക്കുകയാണ് മീരയ്ക്ക്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രേവതി ചെല്ലുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ മീരെ എന്ന് ചോദിക്കുമ്പോൾ മീര വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഇപ്പം ഇങ്ങനെ രേവതിയോട് സംസാരിക്കുക. അപ്പോൾ രേവതിയും ചോദിക്കുകയാണ് ആഹാ ഇപ്പം ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ, എന്താ വിവാഹമൊക്കെ ഉടനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീരയ്ക്ക് ഒരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആ വിവരങ്ങളൊക്കെ ഇങ്ങനെ ചെകഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ കൂടി സങ്കല്പിക്കുന്നുണ്ട് രേവതി. അങ്ങനെ മീരയുടെ ഒരു ഫോട്ടോ കൂടി രേവതി എടുക്കുകയാണ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീരയുമായിട്ട് സംസാരിച്ചതിന് ശേഷം രേവതി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. തിരിച്ച് ചെന്ന് സച്ചിയോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയാണെങ്കിൽ അവിടെ രവിയെ വിളിക്കുക. എന്നിട്ട് പറയുക അച്ഛാ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താടാ, എന്താ ഇപ്പം പ്രത്യേകിച്ച്, ഇത് കണ്ടോ, ഫോൺ കണ്ടോ എന്ന് ചോദിക്കുക. എന്ത് ഫോൺ? നോക്കിക്കേ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ കണ്ടു, ഇതെന്താ ഇപ്പം പ്രത്യേകത, നീ പുതിയ ഫോൺ വാങ്ങിച്ചല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി പറയാം പുതിയ ഫോണല്ല അച്ഛാ, അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയ ഫോണില്ലേ, ഈ ഫോണിലെ വീഡിയോ, അന്ന് ശരത്തിൻ്റെ വീഡിയോ അത് ലീക്കായത് ഈ ഫോണിൽ നിന്നാണ്, ഈ ഫോൺ അന്ന് കാണാതെ പോയത്, അത് അച്ഛന് ഓർമ്മയില്ലെന്ന് ചോദിക്കുക. ആ ശരിയാടാ, ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക്, ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ സച്ചി കഥകളൊക്കെ പറയാണ്. ഇങ്ങനൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ചെരുപ്പ് തയ്ക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ അടുത്തു നിന്നാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്, ഒരു പെൺകുട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് പറയുക. അപ്പോൾ രവി ചോദിക്കുക ഒരു പെൺകുട്ടി ഉപേക്ഷിച്ചിട്ട് പോയോ, അപ്പോൾ ആരായിരിക്കും സച്ചി നിൻ്റെ ഫോൺ മോഷ്ടിച്ചത്, ആരായിരിക്കും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പം സച്ചി പറയുക ആരായിരിക്കും എന്ന് ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല ഈ വീട്ടിലുള്ളവരാരെങ്കിലും ചിലപ്പം ചെയ്യാനും മതിയല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തൊന്നും ആ ഫോൺ പോയിട്ടില്ല, ഈ വീട്ടിൽ വെച്ചാൽ എനിക്ക് ആ ഫോൺ നഷ്ടപ്പെട്ടത്, ഒന്നെങ്കിൽ ഈ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ഇവിടെ വന്നവരാരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇത് മോഷ്ടിച്ചത് എന്ന് പറയണം. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഫോൺ തിരികെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ തെളിവുകളും മോഷ്ടിച്ചവരെ ഞാൻ കണ്ടെത്തും, ആ മോഷ്ടിച്ചവരെ അറിയാൻ വലിയ പാടൊന്നുമില്ല, ആ ചെരുപ്പ് തയ്ക്കുന്നവരോട് ചോദിച്ചാൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അങ്ങനെ വിവരങ്ങൾ അറിയാൻ പറ്റും, ആരാ എനിക്കിട്ട് പണി തന്നേന്നുള്ള കാര്യം എനിക്കറിയണമല്ലോ എന്ന് സച്ചിയും പറയുക കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുക. അപ്പോൾ ശ്രുതി ആലോചിക്കുക ഫോൺ തിരികെ കിട്ടിയോ, സച്ചിക്ക് എങ്ങനെ ഈ ഫോൺ തിരികെ കിട്ടി, അന്ന് ഞാൻ ആ ഫോൺ മീരയുടെ കയ്യിൽ കൊടുത്തതാണല്ലോ, അന്ന് ആൻ്റണിക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഫോൺ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാനത് മീരയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, അതെവിടെയെങ്കിലും കൊണ്ടുപോയി സിമ്മൊക്കെ ഊരിയിട്ട് ഏതെങ്കിലും കടലിലേക്കൊക്കെ എറിഞ്ഞേക്കാൻ പറഞ്ഞു കൊടുത്തു വിട്ടതാ, അത് കഴിഞ്ഞ് അവളോട് ചോദിച്ചപ്പം അവൾ കടലിലെറിഞ്ഞ് കളഞ്ഞു എന്നും പറഞ്ഞു, എന്നിട്ടിപ്പോൾ ഈ ഫോൺ സച്ചിയുടെ കയ്യിൽ എങ്ങനെ വന്നു, അതെങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് കിട്ടി,
ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? മീര അവൾ എന്നോട് കള്ളത്തരം പറഞ്ഞതായിരിക്കും. ചിലപ്പം അവൾ ഈ ഫോൺ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ പിന്നെ സച്ചിക്ക് എങ്ങനെയാണ് കിട്ടുക? ഇനിയിപ്പോൾ സച്ചി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമോ ആവോ? ആ ചെരുപ്പ് തയ്ക്കുന്നവരുടെ കയ്യിലേക്ക് മീരയുടെ എങ്ങാനും വിവരം അവർ പറഞ്ഞു കൊടുത്താൽ സച്ചി എന്നെ പിടിക്കും. ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് മീരയും വിളിച്ച് കൂവും. ഇനിയിപ്പോൾ ആകെ പൊല്ലാപ്പായല്ലോ എന്നൊക്കെ വിചാരിച്ച് ശ്രുതി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് ശ്രുതിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി മീരയെ കാണാൻ ചെല്ലുക. നല്ല ദേഷ്യത്തിലാണ് കേട്ടോ ശ്രുതി പോകുന്നത്. ഇവിടെ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള ഭാവന തന്നെ. അങ്ങനെ മീരയുടെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുക. അപ്പം മീര വാതിൽ തുറന്നപ്പോൾ ആഹാ നീ എന്താ രാവിലെ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുക. അപ്പം ഉടനെ ശ്രുതി ചോദിക്കുക, എടി ഫോൺ എവിടെയടി എന്ന് ചോദിക്കുക. അപ്പം മീര പറയാ, എൻ്റെ ഫോൺ ഞാൻ ചാർജ് ഇല്ലാണ്ട് കുത്തിയിട്ടിരിക്കുക. എന്തേ? എടി നിൻ്റെ ഫോണല്ല, അത് സച്ചിയുടെ ഫോൺ എവിടെയെന്ന് ചോദിക്കുക. അപ്പം മീര പറയുകയാണേ, സച്ചിയുടെ ഫോണോ? അത് സച്ചിയുടെ കയ്യിൽ കാണും, അതെന്താ ഇവിടെ വന്ന് ചോദിക്കുന്നത്? എൻ്റെ കയ്യിലാണോടി ഈ സച്ചിയുടെ ഫോൺ ഇരിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരിക. ശ്രുതി, എടി നീ കൂടുതലൊന്നും പറയരുത് കേട്ടോ. നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ. നിൻ്റെ കയ്യിൽ ഞാനന്ന് സച്ചിയുടെ ഫോൺ ഏൽപ്പിച്ചില്ലേ? ആ ഫോൺ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. നീ അന്നത് കടലിലെറിഞ്ഞെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഉടനെ തന്നെ മീര പറയും, അതെ കടലിലെറിഞ്ഞു. എന്താ ഇപ്പം അത്? ആ ഫോൺ കടലിലെറിഞ്ഞ് ഞാൻ കളഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, കടലിലെറിഞ്ഞ ഫോണാണോ ഈ സച്ചിയുടെ കയ്യിലിരിക്കുന്നത്? ആ ഫോൺ ഇപ്പോൾ സച്ചിയുടെ കയ്യിലുണ്ട്. സച്ചിൻ രേവതി അത് വെച്ച് ഇനി തെളിവുകൾ ഉണ്ടാക്കി നമ്മളെ പൂട്ടും, എൻ്റെ കാര്യം പോക്കാവും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ഉടനെ മീര പറയാ, അയ്യോ അന്ന് അതങ്ങനെ സംഭവിച്ചു, എവിടെ പോയിന്ന് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കടലിലെറിഞ്ഞാലെന്താ, വഴിയിലെറിഞ്ഞാലെന്താ? കടൽ വരെ പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോന്നു. നീ കൊള്ളാം, ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെയൊക്കെയാണോ ഈ ചെയ്യുന്നത്? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. എന്തുമാത്രം ഇത്ര വിലപ്പെട്ട കാര്യങ്ങളാണ് ഈ ചെയ്തത്. എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പണി നീ ഒപ്പിച്ചു വെക്കും, നാശം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്തത് പലതും ശ്രുതി അങ്ങോട്ട് കണ്ണു പൊട്ടുന്ന ചീത്തയാണ് കേട്ടോ മീരയെ വിളിക്കുന്നത്. ആകെ മൊത്തം ഭയങ്കര ചീത്ത, ദേഷ്യം മുഴുവൻ മീരയോട് തീർക്കാണ് ശ്രുതി. അപ്പം മീര പറയുന്നുണ്ട്, കൊള്ളാലോ ശ്രുതി, നീ കൊള്ളാലോ. നീ ഇപ്പം എന്താ പറഞ്ഞത്? എന്നെ എന്തുമാത്രം ചീത്തയാണ് നീ വിളിച്ചതെന്ന് നിനക്കറിയാമോ? നിന്റെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്ന എന്നെ തന്നെ നീ ചീത്ത വിളിക്കണം. നീ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായികയും കള്ളത്തരങ്ങളും എനിക്കറിയാം. അതിനെല്ലാം കൂട്ടു നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്നെ നീ കുറ്റപ്പെടുത്തണം. ഇതിൻ്റെ പേരിൽ നീ ആ രേവതിയെ എന്തുമാത്രം വിഷമിപ്പിച്ചു. അവളുടെ ശരത്തിൻ്റെ പേരിൽ കേസ് വരെ നിന്റെ അമ്മായിമ്മ കൊടുത്തില്ലേ? അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം അങ്ങ് വെളിപ്പെടുത്തും. കൂടുതൽ എന്നെ ഭരിക്കാനും ചീത്ത പറയാനൊന്നും നീ വരണ്ട എന്ന് ശ്രുതിയോട് പറയുക. അപ്പോൾ ശ്രുതി അങ്ങ് പേടിച്ചു പോവാണേ. ഇവക്കാണെങ്കിൽ എൻ്റെ എല്ലാ വിവരങ്ങളും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഇവളെ ഞാൻ വല്ല ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എന്നെ വെച്ചേക്കുകയല്ല. എല്ലാ വിവരങ്ങളും എങ്ങാനും ആ സച്ചിയോട് എങ്ങനെ തുറന്നു പറഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. പിന്നെ അവിടെ നിൽക്കാനേ എനിക്ക് പറ്റില്ല. ചന്ദ്രമതി എന്നെ അടിച്ചിറക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ശ്രുതി. എന്നിട്ട് ശ്രുതി മീരി അങ്ങ് സോപ്പിടുക. എന്നിട്ട് പറയാം, എൻ്റെ മീരെ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ ഫോൺ സച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ആ ഫോൺ വെച്ചിട്ട് നമ്മളെ ആരെയെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മീര പറയാം, പിടിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്കെന്താ പ്രശ്നം? നീ എന്നെ ഫോൺ ഏൽപ്പിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ഞാൻ കളത്തരമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ പോയി നിൻ്റെ കാര്യം നോക്ക്. അല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിക്കേണ്ടെന്ന് പറയുക. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെപ്പാടെ ടെൻഷനിലായി പോയി കേട്ടോ. ശ്രുതിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുക, ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ട് ചെല്ലുക. ശ്രുതി ചെന്നിട്ട് പറയാം, അതെ എന്താ ശ്രുതി നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? ഞാൻ ശ്രദ്ധിക്കുക, ഇന്ന് നീ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ, എന്താന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അങ്ങ് പൊട്ടിത്തിറക്കുക. നിനക്ക് എന്താ വേണ്ടത്? എനിക്കിങ്ങനൊന്നും ഇരിക്കാൻ പാടില്ലേ? എനിക്ക് എങ്ങനെ വേണേലും ഇരിക്കാമല്ലോ. ഒന്ന് ശല്യപ്പെടുത്താതെ പോകാവോ ശ്രുതി? എല്ലാ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും, ഓരോ പ്രശ്നങ്ങളിലേക്കും എന്നെ വലിച്ചിടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. അതിനൊക്കെ ശേഷം ശ്രുതിയായിട്ടൊരു ചെറിയ പിണക്കമൊക്കെ ആയിട്ട് ശ്രുതി പോയി കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല ശ്രുതിക്ക്. അങ്ങനെ ഒന്ന് മയങ്ങി വരുമ്പോഴേക്കും ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, നമ്മുടെ രേവതി സച്ചിയും ഈ വിവരങ്ങളെല്ലാം അറിയാണ്. അങ്ങനെ ശരത്തിനെ കുറിച്ചിട്ടുള്ള ആ വീഡിയോ ലീക്ക് ചെയ്തത് ശ്രുതിയാണെന്ന് അറിയുകയും ഉടനെ തന്നെ രേവതി വന്നിട്ട് ശ്രുതിയുടെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിക്കുക. കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുക, എടി ദുഷ്ടേ, നീ ഇതല്ലേ ചെയ്തത്? സച്ചിയേട്ടൻ്റെ ഫോൺ നീയാണല്ലേ മോഷ്ടിച്ചത്? നീ ആ ഫോണിലെ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം ആൻ്റണിക്ക് കൈമാറി. അങ്ങനെ എൻ്റെ അനിയൻ്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി നീ ശ്രമിച്ചല്ലേ? എൻ്റെ അനിയൻ്റെ ജീവിതം നീയാണല്ലേ തൊലച്ചത്? ആ വീഡിയോ ലീക്ക് ചെയ്തത് നീയാണല്ലേ? നിന്നെ ഞാനിപ്പോൾ കൊല്ലും എന്നും പറഞ്ഞ് രേവതി ശ്രുതിയുടെ കഴുത്തിനിങ്ങനെ കുത്തിപ്പിടിക്കുക.
പെട്ടെന്ന് അത് സ്വപ്നമായിരുന്നു കേട്ടോ. ശ്രുതി അങ്ങ് ഞെട്ടി ഉണർന്ന് ചാടി എണീറ്റ് അയ്യോ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കല്ലേ, വിടൂ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവും. ശ്രുതിയാണെ പേടിച്ച് ചാടി എണീറ്റ് എന്താ ശ്രുതി ഇത്, നീ എന്താ ഇങ്ങനെ കരയുന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ ശ്രുതിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒച്ചയും ബഹളവും കേട്ടോണ്ട് നമ്മുടെ ചന്ദ്ര വരുവാ. ചന്ദ്ര വന്നിട്ട് ചോദിക്കുക, എന്താ മോളെ ശ്രുതി, എന്താ ശ്രുതി മോളെ നിനക്ക്, നീ എന്താ ഇപ്പോൾ കാർ ചെയ്തെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കള്ളത്തരം പറയുന്നുണ്ട് ശ്രുതി കേട്ടോ. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ വെച്ച് മരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിനി മലേഷ്യയിലേക്ക് അച്ഛനെ കാണാൻ ചെല്ലാതെ ഇരിക്കാൻ. അപ്പോൾ ഉടനെ ശ്രുതി പറയുക, അതെ അമ്മേ, ഇവക്കിപ്പം ഇവളുടെ അച്ഛൻ മരിച്ചതേ പിന്നെ ഇങ്ങനെയാ. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്വപ്നം കണ്ട് കാറുകയും കൂവുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം എന്തോ പേടി സ്വപ്നം കണ്ട് പേടിച്ചതാ. എന്താ ശ്രുതി, നീ അച്ഛനെയാണോ കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുക, അല്ല എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, ആരോ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, മോളെ നീ പേടിക്കണ്ട, പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നു, സ്വപ്നം കണ്ടതല്ലേ, അതൊരു പേടി സ്വപ്ന, അല്ലാതെ ആരും ഇവിടെ ഇല്ല, നിന്റെ കഴുത്തിനൊട്ട് ആരും കുത്തിപ്പിടിക്കാനും വരില്ല എന്ന് പറയാം. എന്നിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ശ്രുതി കിടക്കാൻ പോകുമ്പോൾ ശ്രുതിയുടെ ഒക്കെ മനസ്സിലേക്ക് ആ ഭീതി വരികയാണ്. സച്ചിയും രേവതിയും തന്നെ വന്ന് ചോദ്യം ചെയ്യുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു വിവരങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് ആ മൊത്തം പേടിച്ച് വിറച്ച് ചത്ത് ജീവിച്ചതുപോലെ നമ്മുടെ ശ്രുതി അങ്ങ് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്